ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ആഗസ്റ്റ് 13 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയാണ്. ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആദ്യത്തെ വചനം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. രണ്ട് രീതിയിലാണ് ഈ വചനം അത്ഭുതപ്പെടുത്തുക. ഒന്നാമതായിട്ട്, കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ വരാൻ ഒരവസരവും ഇല്ല. അവര് സമൂഹത്തിൽ നിന്ന് മാറി നടക്കേണ്ടവരും അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കേണ്ടവരാ. അങ്ങനെ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്തെത്തി മുട്ടുകുത്തി എന്ന് പറഞ്ഞാൽ ആ കുഷ്ഠരോഗി എടുത്ത റിസ്ക് വലുതാ. അവനെ ഏത് നിമിഷം വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാം, മറ്റുള്ളവരെ അവഹേളിക്കാം. കാരണം അവനെ സമൂഹത്തിൽ വരാനായിട്ട് യാതൊരുവിധ അർഹതയുമില്ല. രണ്ടാമതായിട്ട്, അവൻ അപേക്ഷിക്കുകയാണ്. അവൻ്റെ വലിയൊരു പ്രാർത്ഥനയും വലിയൊരു വിശ്വാസം പ്രത്യാശയും ഒക്കെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പൊ രണ്ട് റിസ്ക്കാണ് അവൻ എടുത്ത്. ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ ഒരു റിസ്ക്കാണ്, അവൻ കൊല്ലപ്പെടാം. രണ്ടാമത് അവൻ എടുത്ത് വിശ്വാസത്തിന്റെ വലിയൊരു റിസ്ക്കാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. രണ്ട് റിസ്കിനും ഉത്തരം കിട്ടിയ ഈശോ അവനെ സ്പർശിക്കുന്നു. കൊല്ലും എന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് കല്ലെറിയപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് സ്നേഹത്തിന്റെ ഒരു സ്പർശനം അവനെ തേടി വരിക. അവൻ്റെ അപേക്ഷയ്ക്ക് മറുപടിയായിട്ട് ഈശോ പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഈശോയുടെ മുമ്പിൽ റിസ്ക്, ആ റിസ്ക് സ്നേഹത്തിൻ്റെ റിസ്ക്കാണ്, വിശ്വാസത്തിൻ്റെ റിസ്ക്കാണ്, പ്രത്യാശയുടെ റിസ്ക്കാണ്. ആ റിസ്ക് എടുത്തവന് ഉത്തരം കിട്ടി. സുഹൃത്ത്, നീ നിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. നിന്റെ വിശ്വാസം, നിന്റെ പ്രത്യാശ ഇതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് നിന്നെ നയിക്കുന്നുണ്ടോ? ഈശോയുടെ മുമ്പിൽ റിസ്ക് എടുക്കുവാനായിട്ട് നീ തയ്യാറാണോ? അവൻ്റെ മുമ്പിൽ നീ എടുക്കുന്ന റിസ്ക് തീർച്ചയായിട്ടും സ്വർഗം വിലമതിക്കും. എത്രത്തോളം വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി നീ അവൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നോ, അതെല്ലാം നിനക്ക് ഉത്തരങ്ങളായി ഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി റിസ്ക് എടുക്കുവാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.